ആയിഷ ബീവിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് അതെത്രയാണ് എന്ന് അറിയൽ ഇസ്ലാമിലെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ വിവാഹപ്രായം കൃത്യപ്പെടുത്തൽ ഇസ്ലാമിലെ ഏതെങ്കിലും ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശരിയും ശരികേടും കൃത്യപ്പെടുത്തണമെങ്കിൽ ഈ വിവാഹപ്രായം അറിയണം എന്ന പ്രശ്നമില്ല. അപ്പോൾ ഇസ്ലാമിലെ ഒരു സുന്നത്തായ ആരാധനാ കർമ്മവുമായി ബന്ധപ്പെട്ട് പോലും ആയിഷ ബീവിയുടെ പ്രായം കണക്ട് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഹറാം ഹലാൽ, ഇസ്ലാമിലെ ഹറാം ഹലാൽ തീരുമാനിക്കുന്നിടത്ത് ആയിഷ ബീവിയുടെ വിവാഹപ്രായം ഒരു പ്രശ്നമല്ല. എന്നു മാത്രമല്ല, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഫിഖ്ഹി കർമ്മശാസ്ത്ര പ്രശ്നം ചർച്ച ചെയ്യുന്നിടത്ത് ആയിഷ ബീവിയുടെ വിവാഹപ്രായം ഒരു പ്രശ്നമല്ല. ആയിഷ ബീവിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് വെറും ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ മാത്രമാണ്, ചരിത്രപരമായ ഒരു ഡാറ്റ മാത്രമാണ്. അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. കാരണം ഇപ്പം മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നതാണല്ലോ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതി. ആ സംഗതി പോലും എന്നാണ് എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ മാത്രമാണ്. പ്രവാചകൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്റെ ജന്മദിനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ മതപരമായി പ്രാധാന്യമുള്ളൊരു സംഗതിയല്ല, അതിനൊരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് മാത്രമാണ് ഉള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമാണ് അതിനുള്ളത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിഷ ബീവിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമാണ്, അതിന് ചരിത്രപരമായ പ്രാധാന്യം മാത്രമാണ് ഉള്ളത്. അതിന് റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യവും അതിനില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. ഞാൻ ആയിഷയെ കല്യാണം കഴിച്ചത് ഇത്രാമത്തെ വയസ്സിലാണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ അത് ഹദീസുമല്ല, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ആ നിലക്ക് കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.